എലപ്പുള്ളിയിലെ ബ്രൂവറി എത്ര ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുക എന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. സർക്കാരിന്റെ കയ്യിലോ വാട്ടർ അതോറിറ്റിയുടെ കയ്യിലോ ഇതിന് വ്യക്തമായ കണക്കില്ലാത്തതും വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകാത്തതും വൻ അഴിമതിയുടെ ഭാഗമാണെന്നും CR നീലകണ്ഠൻ പറഞ്ഞു. എലപ്പുള്ളിയിൽ നിർദ്ദിഷ്ട ബ്രൂവറി ഡിസ്റ്റിലറി തുടങ്ങുന്നതിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യൂസ് നടത്തുന്ന 100 മണിക്കൂർ നിരാഹാര സമരം 3-ാം ദിവസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CR നീലകണ്ഠൻ. അധികാരം കിട്ടുന്നതുവരെ ഇരകൾക്കൊപ്പം നിന്ന CPM അധികാരം ലഭിച്ചതിനു ശേഷം വേട്ടക്കാർക്കൊപ്പം നീന്തുകയാണ്. കട്ടവർത്തന കുറ്റാന്വേഷണം നടത്തി പ്രതികളെ മോചിപ്പിക്കുന്ന വിചിത്ര നയമാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. ഭരണത്തിലേറും മുമ്പ് CPM ഉയർത്തിയ ആവശ്യങ്ങൾ ഇന്നുയർത്തിയാൽ അനാവശ്യമാണ്. എനിക്ക് ശേഷം പ്രളയമെന്ന് തീരുമാനിച്ചവരാണ് സർക്കാരിന്റെയും CPMന്റെയും തലപ്പത്തുള്ളത്. അവരെ കാത്തിരിക്കുകയാണ് ത്രിപുരയും ബംഗാളും. സമരം ചെയ്യുന്നവർ തീവ്രവാദികളും വികസന വിരോധികളുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്നും CR നീലകണ്ഠൻ പറഞ്ഞു. കേരളം ജീവിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറും. മഴ കുറയാം, മഴ കൂടുന്നത് പോലെ മഴ കുറയാം, മഴയുടെ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ മഴയുടെ ശേഖരണം നമുക്ക് സാധ്യമാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡാമൊക്കെ തുറന്നു വിടേണ്ടി വന്നത്. ഒരാഴ്ച അന്ന് മൊത്തം മഴ പെയ്താൽ മലമ്പുഴ ഡാം തുറന്നു വിടേണ്ടി വരും. നോക്കുമ്പോൾ മൊത്തം മഴയുണ്ട് ഒരു വർഷത്തെ, പക്ഷേ ശേഖരണിയിൽ വെള്ളമുണ്ടാവില്ല. ഒരാഴ്ച കൊണ്ട് ഒരു മാസത്തെ മഴ അങ്ങ് പെയ്തു തീർന്നാൽ മഴ പെയ്യും, ഡാം തുറക്കും, കഴിയും, ഡാം തുറന്നു വിടും, പിന്നെ മഴയില്ല. പിന്നെ 11 മാസത്തേക്ക് മഴയില്ല. അപ്പം എന്ത് സംഭവിക്കും? നമ്മുടെ നേരെ മറിച്ച് പതുക്കെ പെയ്യുകയാണെങ്കിൽ ഡാം എല്ലാ മാസവും കുറേശ്ശെ മഴ കിട്ടുകയാണെങ്കിൽ നമുക്ക് വെള്ളം എല്ലാ മാസവും കിട്ടും. ഇതിപ്പോൾ അങ്ങനെയല്ല മഴ വരുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഗുരുതരമായ ജലപ്രതിസന്ധി ഉണ്ടാവും. അതിന് മറുപടി പറയാൻ സർക്കാർ ഒരു കാലത്തും തയ്യാറായിട്ടില്ല. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രശ്നം. DCC പ്രസിഡന്റ് തങ്കപ്പൻ, EM ബാബു, PM നിയാസ്, G ശിവരാജൻ, ബിജു കണ്ണന്തറ, MC വർഗീസ്, B ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. വിവിധ ജില്ലകളിലെ കർഷക സംഘടനാ പ്രതിനിധികളും സർവീസ് സംഘടനാ ഭാരവാഹികളും സമരത്തിന് പിന്തുണയുമായി എത്തി. UTV ന്യൂസ്, പാലക്കാട്.